ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഞങ്ങളുടെ ഫാക്കൽറ്റീസിലും ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പൊതുവിലുള്ളൊരു ധാരണ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്ന കുട്ടികൾ പൊതുവെ പഠിത്തത്തിൽ പുറകിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ യാതൊരു കഴിവും ഇല്ലാത്തവരാണ് എന്നുള്ളൊരു ധാരണയാണ്. ഇതിനെക്കുറിച്ചൊരു പ്രൂഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവർ ആദ്യം ഒരു എക്സാം നടത്തണം. എന്നിട്ട് അതിൽ പാസ് ഔട്ട് ആകുന്ന കുട്ടികൾക്ക് മാത്രം PSC എഴുതാനുള്ള അപ്രൂവൽ ഇവർ കൊടുത്താൽ മതി. അല്ലാതുള്ള കുട്ടികൾക്ക് കൊടുക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും പുറത്ത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണെങ്കിലും അവരെല്ലാവരും തന്നെ ഇങ്ങനെ പഠിച്ചവരാണ്, എന്നാൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോലും അവസരം ഇല്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവിടെ എങ്ങനെയുള്ള പരിഗണനയാണ് നമുക്ക് കിട്ടുന്നത്? നല്ല പരിഗണനയാണ്. എന്നാലും നമ്മൾ BVOC ആയതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചുള്ളൊരു സ്ഥാനം നമുക്ക് തരുന്നില്ല, ഹോസ്പിറ്റലുകളും തരുന്നില്ല. ഞാൻ പേഷ്യൻ്റ് കെയർ പഠിപ്പിക്കുന്നെങ്കിലും കുട്ടികളെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അതിൻ്റെതായ ഒരു വാല്യൂ കൊടുക്കുന്നില്ല. ഇത് സർക്കാരിൻ്റെ ഒരു കോഴ്സായിട്ട് കൂടി കുട്ടികൾക്ക് ശരിക്കും അവർക്ക് ചില സമയങ്ങളിൽ തകർന്നു പോകുന്നൊരവസ്ഥയിലാണ് എല്ലാവരും അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളെ നിങ്കനവുണ്ടൻ കണ്ണിൽ, പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളെ നിങ്കനവുണ്ടൻ കണ്ണിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാവരെയും ഒരു സ്വപ്നമാണ്. പല കാരണങ്ങൾ കൊണ്ട് BSc പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേർക്ക് ഒരു സഹായമാണ് ഈ BVOC കോഴ്സ് എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാട് പേര് ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ BScക്കാർക്ക് കിട്ടുന്ന പോലെ തന്നെ കോഴ്സുകളും തിയറികളും ട്രെയിനിങ്ങും ഒക്കെ ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. അവരെ പോലെ തന്നെയാണ് ഞങ്ങളും പഠിച്ചിറങ്ങുന്നത്. പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള അംഗീകാരം കിട്ടുന്നില്ല. അവരെക്കാളും ഞങ്ങളെ കുറച്ച് കാണുകയാണ്. അതിനൊരു മാറ്റം വരണം. അവരെ പോലെ തന്നെയാണ് ഞങ്ങളും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ചെല്ലുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഒരു ഗവൺമെൻറ് എക്സാം എഴുതാൻ ഞങ്ങളെ അനുവദിക്കണം. വെളി രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനാണെങ്കിലും ഞങ്ങൾക്കൊരു അംഗീകാരം കിട്ടണം. അതിനുവേണ്ടി ഒരു എക്സാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മാരകമായിട്ടുള്ള രോഗങ്ങൾ വലയുന്ന മാതാപിതാക്കളാണ്. അവർക്ക് ജീവിത സുരക്ഷയില്ലാത്തൊരു സാഹചര്യത്തിലാണ്. സ്ത്രീ എന്ന പുരുഷനൊന്നും ഇല്ല അവിടെ. ആ കുട്ടികൾക്ക് തുടർ പഠനത്തിന് വേണ്ടി മലനാട് ടിവിയുടെ ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് 2-3 സീറ്റുകൾ മാറ്റിവെക്കുക. തീർച്ചയായിട്ടും 100%. സ്വാഗതം. ഇന്ന് നമ്മൾ ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡയഗ്നോസിസ് സെന്ററിലെ വിദ്യാർത്ഥികളോടും അവിടുത്തെ ഫാക്കൽറ്റീസിനോടും മാനേജ്മെന്റ് പ്രതിനിധികളോടാണ് നമ്മളിന്ന് ഈ ചർച്ചയിൽ സംവേദിക്കുന്നത്. ഇത് ഈ ഒരു എഡ്യൂക്കേഷണൽ സെന്ററിന് വേണ്ടിയോ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാത്രം ഭാവിക്ക് വേണ്ടിയല്ല മലനാട് ടിവിയുടെ ഈ ഒരു ഡിബേറ്റ് അവർ ചർച്ച ചെയ്യുന്നത്. പാരാമെഡിക്കൽ സെക്ടറുകൾ പഠിക്കുന്നവരുടെയും പഠിപ്പിക്കുന്നവരുടെയും അവിടെ നിലകൊള്ളുന്ന സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടിയും അതുപോലെ തന്നെ അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഒരു പഠനത്തിനും അല്ലെങ്കിൽ അതിജീവനത്തിനും വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ പരമ്പരയിലൂടെ. എന്നോടൊപ്പം ഇവിടുത്തെ നിരവധി വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ അധ്യാപക വൃന്ദമുണ്ട്, ഒപ്പം ഇവിടുത്തെ മാനേജ്മെൻറ്റ് പ്രതിനിധികളുണ്ട്. നമുക്കെല്ലാവരെയും പരിചയപ്പെടാം. ഇപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ മാനേജ്മെൻറ്റ് ആൻഡ് അധ്യാപകർ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ മിസ് നമ്മളോടൊപ്പം ഉണ്ട്. സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്താം. ഞാൻ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടർ. എൻ്റെ പേര് രാജി എസ് ബാബു. ഞാൻ ഇവിടുത്തെ ഒരു അധ്യാപികയാണ്, പേഷ്യൻ്റ് കെയർ മാനേജ്മെൻറ്റ് അധ്യാപികയാണ്. എൻ്റെ പേര് ഷൈനി. ഞാൻ റേഡിയോളജി ട്യൂട്ടറാണ്. എൻ്റെ പേര് ശില്പ. ഞാൻ MLTയുടെ ട്യൂട്ടറാണ്. പേര് ശ്യാമ. MLTയുടെ ഒരു ട്യൂട്ടറാണ് ഹരികൃഷ്ണൻ. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ് ഞാൻ, ബാബു. തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പം ഈ കുട്ടികളുടെയും നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്, സമൂഹത്തിനെ പരിചയപ്പെടുത്താനുള്ളത് പാരാമെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള അവ്യക്തതകളെക്കുറിച്ചാണ്. ആ അവ്യക്തത മാറി അവർക്ക് പേരൻസിനായാലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും പുതിയ തലമുറയിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ ഈ രംഗത്തേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ട ഒരു അറിവിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് ഗവൺമെൻറ്റിനോട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടും സെൻട്രൽ ഹെൽത്ത് മിനിസ്ട്രിയോടും നമുക്ക് ഈ രംഗത്തെക്കുറിച്ച് പരാതിപ്പെടാനുള്ളത്? ഞങ്ങൾക്ക് പരാതിപ്പെടാനുള്ളത് BVOC എന്ന് പറയുന്ന സ്കില്ലാണ്. ഇനി സ്കില്ലിന് പ്രാധാന്യം കൊടുത്താൽ മാത്രമേ
നമ്മളുടെ മുന്നോട്ടുള്ള കാര്യം. കാരണം ഇന്ത്യ വെച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും ബിവോക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കേരളത്തിൽ എന്താണോ എനിക്കറിയില്ല, അവയർനെസ് കുറവാണോ ഒന്നും അറിയില്ല. കാരണം എൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള തിയറി ക്ലാസ് കൂടാതെ ബിവോക്ക് എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് വൊക്കേഷൻ എന്നാണ്. 40% തിയറി ക്ലാസ്സും 60% പ്രാക്ടിക്കൽ ട്രെയിനിങ്ങുമാണ്. നിങ്ങൾക്ക് ഓരോ കുട്ടികളോടും ചോദിക്കാം ഈ പറയുന്ന രീതിയിലാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നതെന്നുള്ളത്. അപ്പം കൃത്യമായിട്ട് കുട്ടികൾക്ക് ക്ലാസ് കൊടുത്ത് ഇവരെ PSC അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട് PSC അംഗീകരിക്കുന്നില്ല? കാരണം അവർ പറയുന്നത് ചിലപ്പോൾ BSc കുട്ടികൾ ബയോളജി സയൻസ് എടുക്കാത്തതുകൊണ്ടായിരിക്കും. എനി സബ്ജക്റ്റാണ് ബിവോക്കിന് ഇവർ പറയുന്നത്. ബിവോക്കിന് പറയുന്ന മാനദണ്ഡം എനി സബ്ജക്റ്റ് ആകുമ്പം PSC അംഗീകരിച്ചുകൊണ്ട് ഇവർക്ക് ഒരു എക്സാം വെക്കണം. ഈ എക്സാമിൽ പാസ്സാകുന്ന കുട്ടികളെ ഇവർ പ്രൊമോട്ട് ചെയ്യട്ടെ. തീർച്ചയായിട്ടും ഇവിടെ മെഡിക്കൽ രംഗത്ത് നമുക്കറിയാം വിവിധ രാജ്യങ്ങളിൽ പഠിച്ചാലും അല്ലേ, MBBS മറ്റുള്ള അലോപ്പതി സെക്ഷനിലേക്ക് നമ്മൾ ഏത് രാജ്യത്ത് PG എടുത്തെന്ന് പറഞ്ഞാലും ഇന്ത്യയിൽ വന്നിട്ട് ഇനി അതിനു വേണ്ടി ഒരു എൻട്രൻസ് കൂടെ നമ്മൾ എഴുതേണ്ടി വരും. അപ്പൊ അത്തരമൊരു എൻട്രൻസ് ഇവർ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ സയൻസിൽ ഐച്ഛിക വിഷയത്തിൽ അവർക്ക് മാർക്ക് കുറവോ അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് പരിജ്ഞാനം ഇല്ലെങ്കിൽ പോലും അവർ പഠിച്ചിറങ്ങുന്ന ബിവോക്കിലൂടെ 3 വർഷ കോഴ്സാണ്. 3 വർഷത്തെ കോഴ്സാണ്. ഇവർ ഫസ്റ്റ് ഇയർ പഠിച്ച് പാസ്സാവുന്ന കുട്ടിക്ക് ഡിപ്ലോമ എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. സെക്കൻഡ് ഇയർ ആകുമ്പോൾ അഡ്വാൻസ് ഡിപ്ലോമ. അപ്പോൾ ഇവർക്ക് 4 സ്കിൽ സെം ബേസിലാണ് ഇവർ എക്സാം നടക്കുന്നത്. ഒരു വർഷത്തിൽ ഇവർക്ക് 2 മാർക്ക് ഷീറ്റും ഒരു സർട്ടിഫിക്കറ്റും വരുന്നു. രണ്ടാമത്തെ വർഷം ഈ കുട്ടി ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഡ്രോപ്പ് ഔട്ട് ആവുകയാണെങ്കിൽ ഈ കുട്ടിക്ക് എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ പറ്റും. അത് മാത്രമല്ല 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ 6 മാർക്ക് ഷീറ്റും 3 സർട്ടിഫിക്കറ്റ് കൂടാതെ കുട്ടി അവരുടെ ഏത് യൂണിവേഴ്സിറ്റി, ഇപ്പം ഞാൻ ഇവിടെ സംബന്ധിച്ച് രാജീവ് ഗാന്ധിയെ സംബന്ധിച്ച് നമ്മൾ ഐസെക്റ്റിൻ്റെ അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ കുട്ടികൾക്ക് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ച് പാരാമെഡിക്കൽ അല്ലാത്ത PSC എഴുതാൻ പറ്റും. അപ്പോൾ ഇത് പല പേരൻസിനും പബ്ലിക്കിനും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ഇത് പേരൻസും അറിയണം, പബ്ലിക്കും അറിയണം. ചില ഹോസ്പിറ്റലുകാർ ബിവോക്ക് ആണോ എങ്കിൽ ഞങ്ങൾ ജോലി തരില്ല, ബിവോക്ക് ആണോ ഞങ്ങൾ ട്രെയിനിങ് തരത്തില്ല. ഇങ്ങനെ നമ്മുടെ സമൂഹം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളും വരണ്ടേ ആരോഗ്യ മേഖലയിലേക്ക്? അതാണ് എനിക്ക് ഇവിടുത്തെ നമ്മുടെ കേരള സർക്കാരിനോടും നമ്മുടെ കേന്ദ്ര സർക്കാരിനോടും ഈ കുട്ടികളെ ഏറ്റെടുക്കണം. എൻ്റെ മാത്രം ഉള്ള ആവശ്യമല്ല, ഈ കേരളത്തിലുള്ള മുഴുവൻ പാരാമെഡിക്കൽ ബിവോക്ക് വെറുതെ ക്ലാസ് നടത്തിയാൽ പറ്റില്ല. കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള അവയർനെസ് കൊടുക്കണം, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെ വെച്ച് ക്ലാസ് കൊടുക്കണം, അവർക്ക് വേണ്ട പ്രാക്ടിക്കൽ സൗകര്യം കൊടുക്കണം. പിന്നെ ഇവിടെ നമുക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ പേഷ്യൻ്റ് കെയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോഴ്സ്, അത് ASAPൻ്റെ കോഴ്സാണ്. അത് കേരളത്തിൽ നമുക്ക് മാത്രമേ ഉള്ളത്. ആ കോഴ്സിന് പോലും ആളുകൾ നെഗറ്റീവായിട്ടുള്ള കമൻറ്റാണ് തരുന്നത്. ഇപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കറിയാം, ഒരു 90% കുട്ടികളും ഓൾറെഡി ജോലിക്ക് കയറി കഴിഞ്ഞു. വേണ്ട എന്ന് വെച്ച് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ഇത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഈ പേഷ്യൻ്റ് കെയർ ഗീവറായിട്ടൊക്കെ കുട്ടികളെ കൊണ്ടുവന്നു. BSc നഴ്സിംഗ് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻറ്റ് പോലും അവിടെ ഇപ്പോൾ ആ ജോലിക്കാണ് പോയിക്കൊണ്ട് വലിയ സാമ്പത്തികമാണ് അതിന് അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. ഈ നമ്മുടെ നാട്ടിലുള്ള ഈ ചെറിയ രീതിയിലുള്ള ഫീസാണ് ആ കോഴ്സിന് ചെയ്യുന്ന. ആ കോഴ്സ് പഠിച്ചിട്ട് ഈ കുട്ടി രക്ഷപ്പെട്ടാൽ നമ്മുടെ രാജ്യം ഇപ്പോൾ അത് ഏറ്റെടുത്ത് ചെയ്യാൻ പോവുക. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുന്നിൽ കിടക്കുന്നത്. പക്ഷെ ഇതൊന്നും പബ്ലിക്കിന് അറിയില്ല. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ഫാക്കൽറ്റീസ് അധ്യാപകരുണ്ട്. ഒരു കാലത്ത് വിദ്യാർത്ഥികളായിരുന്നു അല്ലേ? എവിടെ പഠിച്ചത്? ഞാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ഞാൻ പേഷ്യൻ്റ് കെയർ പഠിപ്പിക്കുന്നെങ്കിലും കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അതിൻ്റെതായ ഒരു വാല്യൂ കൊടുക്കുന്നില്ല. ഇത് സർക്കാരിൻ്റെ ഒരു കോഴ്സായിട്ട് കൂടി കുട്ടികൾക്ക് ശരിക്കും അവർക്ക് ചില സമയങ്ങളിൽ തകർന്നു പോകുന്നൊരവസ്ഥയിലാണ് എല്ലാവരും അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒപ്പം തന്നെ അവർക്ക് പ്രാക്ടിക്കലും കൊടുത്താണ് ഞങ്ങൾ കുട്ടികളെ വിടുന്നത്. അവർക്ക് എല്ലാ കാര്യത്തിലും നല്ല ഒരു അവയർനെസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ റേഡിയോളജി ട്യൂട്ടറാണ്. ഇപ്പോൾ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ പോലും നമ്മൾ എല്ലാവിധ ഫെസിലിറ്റീസും നമ്മൾ ഗവൺമെൻറ് കൊടുക്കുന്ന പോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റേതായ ഒരു വാല്യൂം അവർ കൊടുക്കുന്നില്ല. ജോലിക്ക് എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അവർക്ക് യാതൊരു വാല്യൂ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ കുട്ടികളോട് പെരുമാറുന്നത്. അതെങ്ങനെയെങ്കിലും മാറ്റണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. നമ്മളിവിടെ MLTക്ക് ആണെങ്കിലും നല്ല ട്രെയിനിങ്, RITക്ക് ആണെങ്കിലും നല്ല ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇവർ പഠിച്ചു വരുമ്പോഴത്തേക്കും ഒരു എൻട്രൻസ് എക്സാം പോലെ നടത്തിയിട്ട് ഇവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് വിടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബിവോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പലരും പറയുന്നത് അത് ഫേക്ക് സർട്ടിഫിക്കറ്റാണ്, എവിടെയെങ്കിലും കൊണ്ടു ചെന്നാലും ഫേക്ക് സർട്ടിഫിക്കറ്റാണ്. അപ്പം കുട്ടികളാണെങ്കിലും പേടിയാണ്, പേരൻസിനാണെങ്കിലും ഭയങ്കര പേടിയാണ്. ഇത് ഇത്രയും
ഫീസ് കൊടുത്ത് പഠിച്ചിട്ട് ഇതെല്ലാം നഷ്ടത്തിലാവുമല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാലും ട്രെയിനിങ്ങിന് ഈ ബിവോക്കിൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇത് ഫേക്കാണ്. നമ്മൾ ഐസെറ്റിൻ്റെ അണ്ടറിൽ UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഈ ഒരു അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലാണ് അല്ലേ? ശരിക്കും നമ്മളുടെ മറ്റ് മേഖലകൾ പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയും ഈ പറഞ്ഞതുപോലെ ചൂഷണങ്ങൾക്കും കൊമേഴ്ഷ്യലൈസേഷനും പാതയുടെ പോകുന്നതുകൊണ്ടാണ് ഇത്തരം ആരോഗ്യപരമല്ലാത്ത ഒരു മത്സരം വരുന്നത് അല്ലേ? ആ മത്സരത്തിലാണ് നിങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയരുന്നതും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഒരു അസന്തുലനാവസ്ഥ വരുന്നതും ഇല്ലേ? എന്താ പേര്? എൻ്റെ ഒരു ബിറ്റു. എൻ്റെ വീട് കോട്ടയാണ്. ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് പേഷ്യൻ കെയർ മാനേജ്മെന്റ് ആണ്. അപ്പോൾ നല്ലൊരു കോഴ്സാണ്. ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ഈ മാനേജ്മെന്റ് ആൻഡ് ഈ പറയുന്ന നമ്മുടെ അക്കാഡമിക്കൽ സംവിധാനങ്ങളോട്? ഓഫ് കോഴ്സ്. അപ്പോൾ ഈ പേഷ്യൻ കെയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താണ് നഴ്സിംഗ് പോലെയാണ് അല്ലേ? ഒരു നേഴ്സ് എന്ന് പറഞ്ഞ് ഒരു കുട്ടി ആ ഏരിയയിലേക്ക് കടന്നു വരുമ്പം അവർ തീരുമാനമെടുക്കുന്നത് നൈറ്റിംഗേലിൻ്റെ ഒരു പ്രാർത്ഥന, ഒരു ഓത്തോടു കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സമർപ്പണമാണ്. ഒരു ജോലിയേക്കാൾ ഉപരി ഒരു സോഷ്യൽ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയുള്ള ഒരു ഇടപെടലിന് വേണ്ടിയുള്ള ഒരു ഏരിയയാണ്. അവിടെയാണ് ഇപ്പം നമ്മൾ ഈ പറയുന്ന സെക്ടറിലും കൂടെ പേഷ്യൻ കെയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പേഷ്യൻ കെയർ എന്ന് പറഞ്ഞ ഈ ഒരു എത്ര മാസത്തെ കോഴ്സാണ് ഇത്? 3 മാസമാണ്. 3 മാസം ട്രെയിനിങ്. അപ്പോൾ അങ്ങനെ 6 മാസത്തെ കോഴ്സാണ്. ഞാൻ പേഷ്യൻ കെയർ മാനേജ്മെന്റ് സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. മോൾ എന്തുകൊണ്ടാണ് ഈ പേഷ്യൻ കെയർ മാനേജ്മെന്റ് സ്റ്റുഡൻറ് എന്നുള്ള ഈ ഒരു ഏരിയ എന്തിനാണ് സെലക്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്? നഴ്സിംഗ് പോലെ തന്നെയുള്ള കോഴ്സ് തന്നെയാണ് ഇത്. നഴ്സിംഗിനെ പോലെ തന്നെ വാല്യൂ, അതായത് നഴ്സിംഗിന്റെ സെയിം ജോബ് തന്നെ നമുക്ക് ഉണ്ട്. അതെ. അപ്പോൾ എനിക്ക് പിന്നെ ഒരു ഷോർട്ട് ടൈമിൽ ഒരു പീരീഡിൽ നിന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പേരൻസിനെയൊക്കെ ഒന്ന് സഹായിക്കാം ഇല്ലേ? നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു അതെ സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി നമുക്കൊരു ജോലിയാകും. നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഇവിടുത്തെ ട്രെയിനിങ്ങിനെ എങ്ങനെയാണ് കാണുന്നത്? ഓക്കെ. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഒന്ന് എഴുന്നേറ്റ് വരുമോ? അവിടെ ഇരുട്ടാണ്, കുറച്ചും കൂടെ നീങ്ങി ചെയ്യുന്നുള്ളൂ ലൈറ്റിലേക്ക്. ആ, എന്താ പേര്? ഇവിടെ ഒന്ന് പഠിച്ചിറങ്ങിയ കുട്ടിയാണ്. ഓക്കെ. ഏത് ഡിപ്പാർട്ട്മെന്റായിരുന്നു നമ്മൾ? വിവോക്ക് RIT ആയിരുന്നു. ഇപ്പം ജോലി ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എങ്ങനെയുള്ള പരിഗണനയാണ് നമുക്ക് കിട്ടുന്നത്? നല്ല പരിഗണനയാണ്. എന്നാലും നമ്മൾ ബിവോക്ക് ആയതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചുള്ളൊരു സ്ഥാനം നമുക്ക് തരുന്നില്ല. ഹോസ്പിറ്റലുകളും തരുന്നില്ല. ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് നമ്മൾ ഡിപ്ലോമ കോഴ്സും കൂടെ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ നമുക്ക് തരുന്നുള്ളൂ അവിടെ. ഓക്കെ. എന്നാലും നമ്മളുടെ മറ്റ് ഇപ്പം ഡിഗ്രി എടുത്തവർ മറ്റ് വിവിധ മേഖലകളിൽ ഗവൺമെന്റ് തന്നെ ഡിഗ്രി എടുത്ത കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലേ? അപ്പം അത്തരം മേഖലകളിൽ നിന്ന് പ്രാവീണ്യമുള്ളവരെക്കാൾ കൂടുതൽ പ്രാവീണ്യം നമ്മൾ കാണിക്കുന്നുണ്ടോ? എക്സ്പെർട്ട് ആണോ? നമ്മുടെ ജോലിയിലാണല്ലോ ഇനി അവർ പരിഗണിക്കേണ്ടത്. ഓക്കെ. ഞാൻ ചില സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരം വിവോക്ക് ഇതേപോലുള്ള വിഷയങ്ങൾ നേരത്തെ ഇടപെട്ടപ്പം പല ഹോസ്പിറ്റലുകളിലും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇവരെ ചില HOD-കളാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട് പല ഡിപ്പാർട്ട്മെന്റിലൊക്കെ. അപ്പോൾ അതിൻ്റെ വിവോക്ക് എന്ന് പറഞ്ഞ അതൊന്നും അവർ പരിഗണിച്ചിട്ടില്ല. അവരെ സ്മാർട്ടായിട്ട് ജോലി ചെയ്തതിൻ്റെ പേരിൽ അവിടെ ചെയ്തിട്ടുണ്ട്. മൈക്ക് കൊടുത്തു. എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ നമ്മുടെ കുട്ടികളെ ഞാൻ ഈ ബിവോക്ക് റേഡിയോളജി ആൻഡ് MLT പഠിക്കുന്ന കുട്ടികളെ തന്നെ ലാസ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്ക് അവരോട് പറയുന്നത് അസാപ്പിൻ്റെ ഈ പേഷ്യൻ കെയർ മാനേജ്മെൻറ്റ് കൂടെ നിങ്ങൾ പഠിച്ചോ. കാരണം നിങ്ങൾ പേഷ്യൻ കെയർ മാനേജ്മെൻറ്റിൽ പഠിച്ച് ആ ജോലിയിൽ കയറിയിട്ട് അവിടെ നിന്ന് നിങ്ങൾ ടാലൻ്റ് ആണെങ്കിൽ MLT അല്ലെങ്കിൽ RIT-ലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും ആ ഹോസ്പിറ്റൽസിൻ്റെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം. അപ്പോൾ ഇതനുസരിച്ച് എറണാകുളത്തുള്ളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കുട്ടികളെ വിട്ടപ്പം വളരെ നെഗറ്റീവായിട്ട് അവിടുത്തെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊരു പുള്ളി വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ആ കുട്ടികളോട് പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് ഇത്തരം തട്ടിപ്പ് കോഴ്സിൽ പോയി ചേർന്നത്? ഒരു വാല്യൂ ഇല്ല. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് BSc ഇവിടെ 90 എബോവ് മാർക്കുണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ DME-യുടെ ഒരു ഇത് കിട്ടത്തുള്ളൂ, കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഈ പറഞ്ഞ കുട്ടികൾക്ക് നെഗറ്റീവ് പറഞ്ഞു കൊടുത്ത മനുഷ്യൻ ഡിപ്ലോമ ഒക്കെ ഇവിടുത്തെ DME-യുടെ ഡിപ്ലോമ പുള്ളി ഇവിടുത്തെ DME-യുടെ അണ്ടറിലാണ് ചെയ്തത്. പക്ഷേ ഡിഗ്രി ചെയ്തത് പുള്ളി കേരളത്തിൻ്റെ വെളിയിലുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ പുള്ളിക്ക് ഇത് പറയാൻ എന്താ? പുള്ളി അവിടുത്തെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡൊക്കെയാണ്. പക്ഷെ അതിൻ്റെ അനുസരിച്ച് പിള്ളേരുടെ പേരൻസിനും പിള്ളേർക്കും വളരെ ഒരു നെഗറ്റീവായിട്ട് എന്നെ വിളിച്ച് അവർ ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്ത്, മിസ്സേ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നു, ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല, ഇന്ന ആളാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നവർ തന്നെ
ഇതിനെ അടിച്ചമർത്താനും ഇത്ര നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ട? ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടിറങ്ങുന്ന കുട്ടികൾ, നിങ്ങൾ എക്സാം നടത്ത്, ആ കുട്ടികൾ പാസ്സാകുന്നവരെ നിങ്ങൾ എടുക്ക്. അല്ലാതെ ഒന്നും പഠിക്കാത്ത പിള്ളേരെ അല്ല എടുക്കാനായിട്ട് പറയുന്നത്. PSC അംഗീകരിക്കൂ. PSC എക്സാം കുട്ടികൾക്ക് എഴുതാൻ പറ്റൂ. ഇവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ച് മറ്റ് PSCകൾ എഴുതാം. പക്ഷേ പാരാമെഡിക്കൽ എഴുതാൻ പറ്റുന്നില്ല. കുട്ടികൾ പാരാമെഡിക്കൽ രംഗത്തൊക്കെ എന്തിനാണ് വരുന്ന? ഇപ്പം നമ്മുടെ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നപ്പോൾ തന്നെ പ്രൈവറ്റ് സെക്ടറിലുള്ളവരെ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിന് ഉപകാരപ്രദമായത്. അപ്പോൾ അവിടെ ഗവൺമെൻറ് എന്നോ പ്രൈവറ്റോ എന്നുള്ളൊരു വകഭേദമില്ലായിരുന്നു. അപ്പം എന്തുകൊണ്ട് അവർ ഈ നമ്മളെ അംഗീകരിക്കുന്നില്ല? ശരിയല്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരും എല്ലാവരും ഇതറിയണം. ഈ BVOC നിങ്ങൾ തന്നെ കൊണ്ടുവന്നൊരു കോഴ്സ്, അല്ലെങ്കിൽ ഇത്തരം നടത്തണ്ടെന്ന് പറ. പിന്നെ ഞങ്ങൾ ഇത്ര എഫേർട്ട് എടുത്ത് ഇത്രയും വലിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കുട്ടികൾക്ക് ക്ലാസ് കാര്യങ്ങൾ കൊടുത്ത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിൽക്കാതെ നമ്മൾ വേറെ ഹോസ്പിറ്റലുകാരുമായിട്ട് MOU വാങ്ങിച്ചിട്ട് അവിടെയാണ് കുട്ടികൾക്ക്, നിങ്ങൾ ഈ കുട്ടികളോട് ഓരോരുത്തരോട് ചോദിക്കുക എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടാകുന്നു. അവർക്ക് വേണ്ട പ്രാക്ടിക്കൽ സൗകര്യം കൊടുക്കുന്നില്ലേ? അവർക്ക് നല്ല ക്ലാസ് കിട്ടുന്നില്ലേ? പ്രാക്ടിക്കലിനെ വിട്ടിട്ടും അവിടെ നിന്ന് നിർത്തി പോകുന്ന കുട്ടികളുണ്ട്. അത് സ്ഥാപനം അതിൽ എന്താ പറയേണ്ടത്, നിരപരാധികളാണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് ഇവർ പറയുന്ന പോലെ തന്നെ 40% തിയറി ക്ലാസ്സും 60% പ്രാക്ടിക്കൽ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ആ മഹാനോടും എനിക്ക് പറയാനുള്ളത്, ഇത്തരമുള്ള നെഗറ്റീവ് കമൻ്റ് ഒന്നും പറഞ്ഞ് കുട്ടികളെയും അവരുടെ പേരൻസിനെയും ദയവേത് താങ്കൾ നിരുത്സാഹപ്പെടുത്തരുത് എന്നാണ്. ഓക്കെ, ഇപ്പം എന്തായാലും എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ഇതിനകത്ത് പാടാനൊക്കെ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? പാട്ടൊക്കെ പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരാൾ പോലും ഇല്ലേ കലാപരമായിട്ട് കഴിവുള്ള? ആ, വിറ്റുചേട്ടനാണ് ഇവിടെ താരം. വിറ്റുചേട്ടാ വാ, ഇങ്ങോട്ട് എത്ര നിന്നിട്ട് നടന്ന് പറഞ്ഞ് പാടിക്കോ. അതെ അതെ, എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസ്സായോ? കലാലയം അല്ലെ ക്യാമ്പസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനല്ലേ അല്ലേ? ആ ഓക്കെ, അതെ പൊളിച്ചേക്കാം. റെഡി? പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളെ നിങ്കനവുണ്ട കണ്ണിൽ. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളെ നിങ്കനവുണ്ട കണ്ണിൽ. കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട്, പറയാനായി പലതും പാത്തു വെച്ചതല്ല. നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനുമാ കടലിൻ്റെ കടവത്ത് കാത്തു. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളെ നിങ്കനവുണ്ട കണ്ണിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടിപൊളി കേട്ടോ. കരളെ നിങ്കനവുണ്ട കണ്ണിൽ. ഫാത്തിമ, കൃഷ്ണ, ഐശ്വര്യ, മംഗല്യ, മീനാക്ഷി, ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഈ ലാസ്റ്റ് ബെഞ്ചായിരുന്നു, അപ്പോൾ അവരൊന്ന് എല്ലാവരും പരിചയപ്പെടുത്തി. എല്ലാവരും എവിടെ നിന്നാണോ പറഞ്ഞു? എവിടെ ഒരു സ്ഥലം? കരുവാറ്റെന്നാണ്. നിങ്ങളൊക്കെ അടുത്ത് തന്നെയാണോ? അടുത്ത ലൊക്കേഷനിലൊക്കെ ഉള്ളവരാണോ? ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ പഠിക്കുന്ന ഈ ഒരു പിന്നെ മേഖലയെക്കുറിച്ച് ആർക്കാണ് നന്നായിട്ട് പറയാൻ പറ്റുന്നത്? നിങ്ങളുടെ എന്തൂസിയാസം അല്ലെങ്കിൽ ഈ രംഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ, നമ്മുടെ ആഗ്രഹം. MLT BVOC ആണോ? ഓക്കെ. എന്താ MLT എടുത്തിട്ട് എന്താ നമ്മുടെ ആഗ്രഹം? ആണോ? എബ്രോഡാണോ, ഇവിടെ ഇന്ത്യക്കുള്ളിൽ തന്നെയാണോ, കേരളത്തിനുള്ളിൽ തന്നെയാണോ? എവിടെ ജോലി കിട്ടിലും പോകും അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ. ബാപ്പ എന്താ ചെയ്യുന്നു? ഓക്കെ. മോളെന്താ പഠിക്കുന്നത്? ഓക്കെ. എന്താണ്? നല്ലൊരു അല്ലേ? അപ്പം നമുക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ട്രെയിനിങ് ലാബൊക്കെ സജീവമാണോ? ആണ്. ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? ആണോ? എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. ഏത് ഇയറാ? സെക്കൻഡ് ഇയർ. നല്ലതാണ്. സെക്കൻഡ് ഇയർ ട്രെയിനിങ് ആയിട്ട്. പേര് പറഞ്ഞു? അങ്ങനെ നേരത്തെ പറഞ്ഞായിരുന്നു. മീനാക്ഷി, BVOC MLT. പറയാനെങ്കിലും ഉണ്ടേ പറഞ്ഞേ. ഇതിനിടയ്ക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പറയാനില്ല? ഓക്കെ ഓക്കെ. എന്തായാലും
പറയാനില്ല എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടെന്നാണ് അല്ലേ? ഈ രംഗത്ത് ഇതിൽ പഠിച്ചാൽ ജോലി കിട്ടുമെന്നും ആ ജോലി കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും, നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ പറ്റുമെന്നും മറ്റ് മെഡിക്കൽ രംഗത്ത് കുറേ ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലേ? അതെ, ഇങ്ങനെയുള്ള ആത്മവിശ്വാസമുള്ള ഒരു കൂട്ടം സ്റ്റുഡൻസ് പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ ഒരു വിഷയങ്ങളും ചർച്ചകളും ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾക്കിടയിൽ ഒരു ചെറിയ ഇടവേള. You are watching India's first NGO television, Malanadu TV India. Hello, welcome to Malanadu India. Stay tuned to our program, Inspire India. Uncut realities of social and political facts. Stay tuned with Inspire India. വെൽക്കം ബാക്ക് ടു മലനാട് TV ഡിബേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരാമെഡിക്കൽ രംഗത്തെ വിഷയങ്ങളാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ പറവൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷണൽ സെൻ്ററിലാണ്. ഇപ്പോൾ ഞാൻ എന്നോടൊപ്പം ഇവിടുത്തെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസും മാനേജ്മെൻറ്റ് പ്രതിനിധികളും പങ്കെടുക്കുന്ന ചർച്ചയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ച് വിദ്യാർത്ഥികളോട്, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്താ പേരെന്താ? ദേവാംഗന, ഫാത്തിമ, പൂജ, ഫാത്തിമ, ബ്ലേസി, ധന്യ, അഞ്ജന. അപ്പം നമുക്ക് ഇവിടുത്തെ ഈ ഒരു കലാലയത്തെക്കുറിച്ചും ഇവിടുത്തെ പഠന രീതികളെക്കുറിച്ചും, മോളേതാ പഠിക്കുന്നത്? എൻ്റെ പേര് ബ്ലേസി, ഞാൻ റേഡിയോളജി 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഞങ്ങളുടെ ഫാക്കൽറ്റീസിലും ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പൊതുവിലുള്ളൊരു ധാരണ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്ന കുട്ടികൾ പൊതുവെ പഠിത്തത്തിൽ പുറകിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ യാതൊരു കഴിവും ഇല്ലാത്തവരാണ് എന്നുള്ളൊരു ധാരണയാണ്. പക്ഷെ 100% ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കുന്ന പിള്ളേരെക്കാളും നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. പക്ഷേ ഗവൺമെന്റിന് ഇതിനെക്കുറിച്ചൊരു പ്രൂഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവർ ആദ്യം ഒരു എക്സാം നടത്തണം. എന്നിട്ട് അതിൽ പാസ് ഔട്ട് ആകുന്ന കുട്ടികൾക്ക് മാത്രം PSC എഴുതാനുള്ള അപ്രൂവൽ ഇവർ കൊടുത്താൽ മതി. അല്ലാതുള്ള കുട്ടികൾക്ക് കൊടുക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും പുറത്ത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണെങ്കിലും അവരെല്ലാവരും തന്നെ ഇങ്ങനെ പഠിച്ചവരാണ്, എന്നാൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോലും അവസരം ഇല്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം. ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ PSC എഴുതാനായിട്ടുള്ള അപ്രൂവൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടണം. ഓക്കെ, ഇപ്പൊ നമുക്ക് നിങ്ങൾ കേട്ടു ബ്ലേസി പറഞ്ഞതിനോട് പിന്നെ നിങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടോ? പറഞ്ഞാലും കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. എന്താ മോക്ക് പറയാനുള്ള ആ കാര്യത്തിൽ എന്താ മോക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു? ഇതുപോലെ തന്നെ ബിബോക്ക് ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല, അതുപോലെ അംഗീകരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ ഇതുപോലെ അംഗീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അതെ, പറഞ്ഞോ. ഓക്കെ, എന്തെങ്കിലും പറയാനുള്ളവർ മാത്രം എഴുതേണ്ട മതി, കൂടുതൽ കാര്യങ്ങളുണ്ടോ? അല്ലേ? ഓക്കെ, ഇനി ആർക്കാ? എൻ്റെ പേര് ധന്യ എന്നാണ്. എൻ്റെ വീട് ഇവിടെ തന്നെ പുന്നപ്പുരയിലാണ്. ഞാനിവിടെ ബിവോക്ക് MLT കോഴ്സാണ് ചെയ്യുന്നത്. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാവരെയും ഒരു സ്വപ്നമാണ്. പല കാരണങ്ങൾ കൊണ്ട് BSc പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേർക്ക് ഒരു സഹായമാണ് ഈ ബിവോക്ക് കോഴ്സ് എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാട് പേര് ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ BScക്കാർക്ക് കിട്ടുന്ന പോലെ തന്നെ കോഴ്സുകളും തിയറികളും ട്രെയിനിങ്ങും ഒക്കെ ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. അവരെ പോലെ തന്നെയാണ് ഞങ്ങളും പഠിച്ചിറങ്ങുന്നത്. പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള അംഗീകാരം കിട്ടുന്നില്ല. അവരെക്കാളും ഞങ്ങളെ കുറച്ച് കാണുകയാണ്. അതിനൊരു മാറ്റം വരണം. അവരെ പോലെ തന്നെയാണ് ഞങ്ങളും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ചെല്ലുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഒരു ഗവൺമെൻറ് എക്സാം എഴുതാൻ ഞങ്ങളെ അനുവദിക്കണം. വെളി രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനാണെങ്കിലും ഞങ്ങൾക്കൊരു അംഗീകാരം കിട്ടണം. അതിനുവേണ്ടി ഒരു എക്സാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം. ഓക്കെ, എന്തായാലും ഇവർ പറഞ്ഞതുപോലെ മറ്റ് പിന്നെ ഗവൺമെൻറ് സെക്ടറുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ 3 വർഷമോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ വേണ്ട വിദ്യാഭ്യാസ കാലയളവ് അവർ വിനിയോഗിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അവർ നേടുന്ന നൈപുണ്യപരമായിട്ടുള്ള
ജോബ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു പരിഗണന, ഒരു പിന്നെ എന്താണ് അവരുടെയും PSCയുടെ ഒരു അംഗീകാരം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇടം കുറച്ച് മുന്നോട്ട് വരും. അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇപ്പം അതിനിപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് മേഡത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ശരിക്കും പറഞ്ഞാൽ രാജ്മം അല്ലേ, എന്തായാലും ഈ ആലപ്പുഴ ജില്ലയുടെ വിവിധ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര കൊണ്ട് പിന്നെ എന്താണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ സല്യൂട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് ഹ്യൂമൻ റൈറ്റ്സിലെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഞാൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ. പിന്നെ ഞാൻ പബ്ലിക്കിന് വേണ്ടിയിട്ട് മരുന്ന് മേടിക്കാൻ സാമ്പത്തികം ഇല്ല, അതൊന്നും പബ്ലിക്ക് പറയാൻ പാടില്ലാത്ത, ഇതെല്ലാം ഞാൻ സൈലന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. മെഡിസിനുള്ള സാമ്പത്തികം കൊടുക്കും. പിന്നെ പാരന്റ്സിന് ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നെങ്കിൽ ആ കുട്ടികൾക്ക്, ഇവിടെയുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും അറിയാവുന്നതാണ്, പകുതി ഫീസാണ് വാങ്ങിക്കുന്നത്. കുട്ടികൾക്ക് ഒരു രോഗം ആരുടെയും പിന്നെ എന്താണ് ഒരു അവരുടെ വിധിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മളെല്ലാം പോകുന്നത് ശുദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ, നല്ല കുടിവെള്ളമില്ല, ശുദ്ധതയുള്ള ജലവും ഭക്ഷണവും ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല നമ്മുടെ രാജ്യത്തിന്. അപ്പം അതൊക്കെ മലനാട് ജീവി ഇടപെടുന്ന കാര്യങ്ങളാണ്. അപ്പം അവിടെ ഇനി രോഗാതുരയായിട്ടുള്ള ഒരു പിന്നെ പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികളുടെ ഉപരിപഠനം പണമില്ല എന്ന് പറഞ്ഞ് തടസ്സപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് നമ്മളൊരു കൈയടി കൊടുക്കാം. ഇപ്പൊ ഞാൻ പഠിച്ചിട്ട് 30 വർഷത്തോളം മേളിലായി. ഞാൻ MSc MLT ആയിരുന്നു. പക്ഷേ പിന്നെ ഇപ്പൊ ഈ കോളേജ് നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 11 വർഷമായി. MLC MLT ഒക്കെ എടുത്തത് വിദേശ രാജ്യത്താണ്, ഈ പുറത്തായിരുന്നു, അത് കേരളത്തിൽ തന്നെ ആയിരുന്നു. MSc പുറത്താണ് ചെയ്തത്. MSc നമ്മൾ ചെയ്ത്, അതെ, നമ്മളെപ്പോഴും ഈ കർണാടക പോലെയുള്ള മന്യ സംസ്ഥാനങ്ങളെ ഈ പറയുന്ന മേഖലകളിൽ നമ്മൾ പിന്നെ നേരത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്. അവിടെയാണ് ഇവിടെയുള്ള കുട്ടികളൊക്കെ ഈ സമീപപ്രദേശമുള്ള കുട്ടികളാണ്. അവർക്കൊക്കെ വീടിനടുത്ത് തന്നെ ഈ പറയുന്ന പാരാമെഡിക്കൽ ഒരു സംവിധാനം പഠിക്കാൻ ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. അപ്പൊ ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, അവരാണ് ഈ പിള്ളേരെ വിളിച്ച് ഇവരുടെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മുടെ എന്നെ പോലുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ വിളിച്ചായിരിക്കും പല നെഗറ്റീവ്സും പറയുന്നത്. അതൊക്കെ നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി അല്ലല്ല, അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. അപ്പൊ നമുക്ക് ഒരൊറ്റതേള്, അതെ അതെ തീർച്ചയായിട്ടും, അല്ല പൊതുജനങ്ങൾക്ക് ഇവർക്ക് പറ്റുന്ന രീതിയിലുള്ള അവയർനെസ് കൊടുക്കുകയോ ചെയ്യുന്നത്. അപ്പൊ പേരൻസിന് അറിയത്തില്ല. അതെ അതെ, അപ്പൊ പേരൻസ് അപ്പൊ അതങ്ങ് വിശ്വസിക്കും. കുട്ടികൾ പോലും ഇവിടെ വന്നു കഴിയുമ്പോൾ പറയും, മിസ്സേ ഈ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല. ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞ് പുറത്തേക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെച്ച് പുറത്തേക്ക് ഒന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടാ. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ PSC എഴുതാൻ, PSC പാരാമെഡിക്കൽ എഴുതാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, പുറത്തേക്ക് പോകുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പൊ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പബ്ലിക് ആണെങ്കിലും എന്നെ പോലെ ഈ BVOC കോഴ്സുകൾ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അംഗീകരിക്കണം. ഈ പ്രൈവറ്റ് മേഖലയിലുള്ള വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകാരും അവർ ഗവൺമെന്റ് എന്നുള്ള ബോർഡല്ല, അവരെന്താ പ്രൈവറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ് 2 സെപ്പറേറ്റ് വന്നിരിക്കുന്ന ആ പ്രൈവറ്റ് മേഖലയിലുള്ള അവിടെ ജോലി ചെയ്യുന്നവരും അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെ ഇടിച്ച് താഴ്ത്തരുത്. കാരണം ഗവൺമെന്റ് സെക്ടറിലോട്ടല്ല പ്രൈവറ്റ് സെക്ടറിലേക്ക് ഈ കുട്ടികൾ ചെല്ലുന്നത്, ഗവൺമെന്റ് എടുക്കുന്നില്ല. അപ്പൊ അവരും ഇത് ദയവ് ചെയ്ത് ഈ കുട്ടികളെ താഴ്ത്തി കെട്ടരുത്. നിങ്ങളൊരു ഇന്റർവ്യൂ ചെയ്യും, നിങ്ങൾ ട്രെയിനിങ്ങിന് വരുന്നതിന് മുമ്പ് കുട്ടിക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാമിന് PSC വെക്ക്. PSC പാസ്സാകുന്ന കുട്ടികളെ എടുത്താൽ മതിയെന്ന, പക്ഷെ PSC എഴുതാനുള്ള ഒരു പെർമിഷൻ ഇവർക്ക് കൊടുക്കണം എന്നേ എനിക്ക് ഈ പബ്ലിക്കിനോടും ഈ പറയാനുള്ളൂ. നമ്മുടെ ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളിൽ ലോ അമെന്റ്മെന്റ് വരുത്തേണ്ടത് നമ്മുടെ നിയമസഭാ സാമാജിക, തീർച്ചയായിട്ടും നിയമസഭയ്ക്കുള്ളിലാണ് ഈ ചർച്ചകൾ മുഴങ്ങി കേൾക്കേണ്ടത്. ഇത്തരം ആളുകൾക്ക് വേണ്ടി നമ്മൾ ഇന്നത്തെ ഈ ഒരു ചർച്ച വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ നിയമസഭയ്ക്കുള്ളിൽ 140 നിയമസഭാ സാമാജികർ നമ്മളെ കൈലറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിൽ ആരെങ്കിലും ഒരാൾ ഈ രംഗത്ത് കൂടുതൽ താല്പര്യമുള്ള അല്ലെങ്കിൽ ഈ രംഗത്തിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു MLA-യുടെ ഒരു ശബ്ദം നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ HSLM MLA-യുടെ ആകാനായിട്ട് സാധ്യതയെന്നാണ് എനിക്കറിയത്തില്ല. കാരണം അതെ 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 അതെ, കാരണം നമ്മുടെ ഓരോ കുട്ടികൾക്കും പുള്ളിയെ അറിയാൻ പറ്റും. ഞാനൊരിത് പറയുന്നില്ല, നമ്മൾ ഓരോരുത്തരുടെ പെരുമാറ്റങ്ങളാണ്. കാരണം എനിക്ക് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി, ഞാൻ വീട്ടിൽ 4 മാസം കിടന്നു പോയി. ഒരു ജനപ്രതിനിധിയായിട്ട് പോലും ആ വ്യക്തി വീട്ടിൽ വന്ന് നമ്മുടെ സുഖവിവരം അന്വേഷിച്ചിട്ട് പോയി. കാരണം അത് അങ്ങനെയാണ് ഒരു അതെ അതെ ആ തീർച്ചയായും ജനങ്ങൾ സമ്മതിദാനം രേഖപ്പെടുത്തി നിയമസഭയിലേക്ക് അയക്കുമ്പോൾ ജനങ്ങളുടെ ആ ക്ഷേമം അന്വേഷിക്കുക എന്ന് പറയുന്നത് ധർമ്മമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഴ്സ് അനുവദിച്ചു തന്നതിന് ഒരു ബിഗ് സല്യൂട്ട് അസാപ്പിനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഒരു കോഴ്സ് കിട്ടിയത് കൊണ്ട് നമ്മുടെ കുട്ടികൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും കുറഞ്ഞൊരു ഫീസിലാണെങ്കിലും അവർക്ക് പെട്ടെന്നൊരു ജോലി കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല ഹോസ്പിറ്റലിലാണ്
ഇപ്പൊ ഇവര് കോഴ്സ് തീർന്ന് ഇവരെ ട്രെയിനിങ്ങിന് വിടാൻ പോവുകയാണ്. അപ്പൊ അസാപ്പിനും അറിയാം നമ്മൾ അത്ര നല്ല ഹോസ്പിറ്റലുകളിലാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് എന്നുള്ളത്. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇനി കുട്ടികളുടെ ഓരോരുത്തരോട് ചോദിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നന്നായിട്ട് പഠിക്കുക, നന്നായി ട്രെയിനിങ് ചെയ്യുക. നാളെ നിങ്ങൾ ഓരോരുത്തരും സമൂഹത്തിന് ഉപകാരപ്രദരായിട്ട് മാറുക. നല്ലൊരു ടെക്നീഷ്യനെ വാർത്തെടുത്താൽ മാത്രമേ നല്ല ഒരു രോഗി രക്ഷപ്പെടത്തുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് മലനാട് ടിവിക്ക് മേഡത്തിനോട് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം നമ്മളിവിടെ 60 കുട്ടികളാണ് ഇപ്പോഴത്തെ, ഇല്ലേ? ഇതൊന്നും പോരാ, ഇതിൽ കൂടുതൽ വലിയൊരു ക്യാമ്പസ് ആയിട്ട് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നതാണ്. ഈ നെഗറ്റീവ് പറഞ്ഞ കുട്ടികൾ പിന്മാറിക്കൊണ്ടിരിക്കുവാണ്. ഈ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ഇവിടെ വന്ന് ചേരുന്നുണ്ട്. കുട്ടികളോട് ഞാൻ ചോദിക്കുന്നത്, ബിവോക്ക് ചേരുന്നവര് പിന്നെ ഒരു ഡിഗ്രിക്ക് പോയിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ല. കാരണം ബിവോക്ക് കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒരു ഓൾറെഡി ഡിഗ്രി ആയി. തീർച്ചയായിട്ടും. എന്തായാലും ഈ രംഗത്ത് നമ്മുടെ ഈ ഒരു ചെറിയ സ്പാനിലുള്ള സമയം കൊണ്ട് തന്നെ ബിവോക്ക് എന്ന് പറയുന്ന വലിയ കടൽ പോലെ കിടക്കുന്ന ഒരു മേഖലയാണ് ബിവോക്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ മത്സ്യമല്ല. അപ്പൊ ബിവോക്ക് എന്ന് പറയുന്നത് വൊക്കേഷണൽ ടെക്നോളജി പഠിപ്പിക്കുന്ന ഡിഗ്രിയാണ്. ഞാൻ പറഞ്ഞത് എല്ലാ മറ്റ് ഐച്ഛിക വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇനി വേണ്ടത് കുട്ടികൾക്ക് സൈനിങ് കോഴ്സും തീറ്റയും നല്ല പഠിക്കേണ്ടത്. അവർക്ക് പഠിക്കേണ്ടത് നാളെ ജോലി ചെയ്താൽ, നേരത്തെ ഒരു കുട്ടി പറഞ്ഞ പോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സമയം നഷ്ടപ്പെടുത്താതെ എനിക്ക് തിരിച്ചു നൽകാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് 3 മാസമെങ്കിൽ 3 മാസമുള്ളൊരു ചെറിയ ഷോർട്ട് സ്പാനിലുള്ള ഒരു കോഴ്സ് പഠിച്ചിട്ട് ഉടനടി തന്നെ ഒരു ജോലി തേടുന്നത്. നല്ലൊരു കാര്യമാണ്. പെട്ടെന്ന് കുട്ടികൾ പഠിക്കുക, കുറഞ്ഞ കാലയളവ് കൊണ്ട് അവർ പഠിച്ച് അവർക്ക് ഒരു ജോലി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മലനാട് ടിവി മുന്നോട്ട് വെക്കുന്ന 1-2 കാര്യങ്ങൾ മാഡത്തിന്റെ സജഷനിൽ തന്നെ വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം അതിസങ്കീർണമായിട്ടുള്ള മേഖലകളിലെ വൈദഗ്ധ്യം നൈപുണ്യം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടി മലനാട് ടിവിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ മലനാട് ടിവി ഇപ്പം പല ഇതേപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഡിബേറ്റുകൾ നടത്തുമ്പോൾ ഞങ്ങൾ സീറ്റുകൾ ആവശ്യപ്പെടാറുണ്ട്. മലനാട് ടിവിക്ക് വേണ്ടിയല്ല, ഞങ്ങൾ കണ്ടെത്തുന്ന കേരളത്തിലെ ഏത് ജില്ലകളിൽ നിന്നായാലും അവിടെ ഏത് ഗ്രാമപഞ്ചായത്ത് 1034 ഗ്രാമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മലനാട് ടിവിയുടെ വ്യക്തിപരമായിട്ടുള്ള സിറ്റിസൺ ജേർണലിസ്റ്റ് ഉണ്ട്. ഇപ്പം മേഡം കൂടെ എനിക്ക് തോന്നുന്നു മലനാട് ടിവിയുടെ ഒപ്പം സഞ്ചരിക്കാൻ പോവാണ്. ആ രീതിയിൽ അങ്ങനെ വരുമ്പം കേരളത്തിലെ ഞാനിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മലനാട് ടിവി കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അധ്യാപകർക്ക് അല്ലെങ്കിൽ പേരൻസിന് വിദ്യാർത്ഥികൾക്ക് പാരാമെഡിക്കൽ രംഗത്തേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നു എങ്കിൽ അവർക്ക് ഇവിടെ ഇതിന് വേണ്ടതായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടെങ്കിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മാരകമായിട്ടുള്ള രോഗങ്ങൾ വലയുന്ന മാതാപിതാക്കളാണ്. അവർക്ക് ജീവിത സുരക്ഷയില്ലാത്തൊരു സാഹചര്യത്തിലാണ്. സ്ത്രീ എന്ന പുരുഷനൊന്നും ഇല്ല അവിടെ. ആ കുട്ടികൾക്ക് തുടർ പഠനത്തിന് വേണ്ടി മലനാട് ടിവിയുടെ ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് 2-3 സീറ്റുകൾ മാറ്റിവെക്കുക. 100%. കുട്ടികളെ പഠിപ്പിക്കാൻ അതിനുവേണ്ട സപ്പോർട്ട് മലനാട് ടിവി ഈ സ്ഥാപനത്തിന് നൽകുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ആ കുട്ടികളെ നല്ല രീതിയിൽ ക്ലാസ്സും കൊടുത്ത് ട്രെയിനിങ്ങിനുള്ള സൗകര്യം കൊടുക്കുക. കാരണം ട്രെയിനിങ് കഴിയുമ്പം തന്നെ നല്ല ടാലന്റ് ആയിട്ടുള്ള വർക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പോഴും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 3rd ഇയർ എക്സാം കഴിയാതെ പോലും ഇപ്പോഴും കുട്ടികൾ സാലറി മേടിക്കാൻ തുടങ്ങിയ കാര്യം. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞാൻ 2-3 സ്ഥാപനങ്ങൾ മലനാട് ടിവിയെ സപ്പോർട്ട് ചെയ്യുന്ന 2-3 സ്ഥാപനങ്ങളുണ്ട്. അവരെ ഞാൻ സ്മരിക്കുകയാണ്. ഇന്ദിരാഗാന്ധി സ്കൂൾ ഓഫ് നഴ്സിംഗ് സയൻസ് ബാംഗ്ലൂർ, അതുപോലെ തന്നെ ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുപ്പളിയം തൃശ്ശൂർ, ഇവരൊക്കെ നമ്മളുടെ 10ഓളം സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്. അതും 10 ലക്ഷം രൂപയോളം വരുന്ന വിവിധ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സമർത്ഥരായിട്ടുള്ള നാളെ രാജ്യത്തിന്റെ യശസ്സിന് പറ്റിയിട്ടുള്ള ഒരു വലിയ കാൻഡിഡേറ്റ് ആയിട്ട് തിരിച്ച് അവരെത്തുക എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഏറ്റവും മികച്ച മാർക്കോടുകൂടി വിവോ കുട്ടികളോട് ഞാൻ പറയാണ്, യൂണിവേഴ്സിറ്റിയിലെ രാജ്യാന്തര യൂണിവേഴ്സിറ്റികളിലായിരിക്കും ഇല്ലേ അഫിലിയേഷൻ ഉള്ളത്. എന്തായാലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങാൻ ഇവിടുത്തെ കുട്ടികൾക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ നമ്മളുടെ കണ്ണുകൾ തുറക്കാത്ത, കാതുകൾ കേൾക്കാത്ത നമ്മളുടെ നിയമ നിർമ്മാണ സഭയുടെ ശ്രദ്ധയിലേക്കും അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിലേക്കും ഞങ്ങൾ ഈ ഒരു വിഷയം അവതരിപ്പിക്കുകയാണ്. കൂടുതൽ ചർച്ചകളിലേക്ക് മലനാട് ടിവിയെ നയിക്കാതെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഉടനടി ഒരു ഇടപെടൽ നടക്കുമെന്നുള്ളൊരു പ്രത്യാശയിൽ ഇവിടെ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുകയാണ്. ക്യാമറാമാൻ ബിനുവിനോടൊപ്പം RJ സൈനിങ് ഓഫ്.